ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാമേനെ ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ രാമേല നമ്മൾ കുംഫു പാണ്ട കാർട്ടൂണിൽ കണ്ടിട്ടില്ല പോലത്തെ ആ വയസ്സായ ടൈപ്പ് ആമേനെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് നടക്കുമോ നോക്കി നോക്കാം ഗായ്സ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഈ ഷേപ്പിലുള്ള ഒരു കമ്പ് നിലത്തടിച്ച് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആമേനെ കഴുത്തായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കിനി മണ്ണ് വെച്ചെടുക്കാം. ഇപ്പൊ നമ്മ കഴുത്ത് ഇത്തരത്തിൽ പട്ടയും കയറും വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വർക്ക് ഇത് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടിയത്തെ തോട് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് രണ്ട് തോടാണല്ലോ, അടിയിലും മേലെയായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇത്രയും റൗണ്ടിൽ നമുക്ക് അടിയത്തെ തോട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇത്തരത്തിൽ ഇതിൻ്റെ തോട് വട്ടത്തിൽ ഒരു ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആമയുടെ തോടിൻ്റെ ഷേപ്പിലേക്ക് ഇതാ നമ്മൾ കുറച്ച് മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ മണ്ണെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് ആമയുടെ തോടിൻ്റെ ഷേപ്പിലേക്ക് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാ ഇതുപോലെ ഏകദേശം ഒരു തോടിൻ്റെ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ള തോടിൻ്റെ ഷേപ്പ് ഇതാ ഇതിലേ കൂടി നമുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ പൊക്കണം. ഈ കഴുത്തിൻ്റെ ഇതിലേ കൂടി ഇങ്ങനെ പൊക്കിയിട്ടാണ് തല വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ അതൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ആമയുടെ മുകളിലത്തെ തോടുണ്ടല്ലോ, കുറച്ച് തള്ളി നിൽക്കണം. മേലത്തെ തോട് ശരീരത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മണ്ണ് മാത്രം വെച്ചാൽ നിൽക്കുമോയെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വീടിൻ്റെ പഴയ വീടിൻ്റെ ഓടും പൊട്ടെല്ലാം ഉണ്ട്. ആ ഓടെല്ലാം നമ്മൾ അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണ് വെച്ച് കൊടുത്താൽ ആ ഒരു എഫക്റ്റ് കിട്ടും. പിന്നെ ഇത് നമ്മൾ ബാക്കത്തെ കാല് വരുന്ന സൈഡിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആമയുടെ തോട് ആകെ ഈ ഒരു പോയിന്റിൽ മാത്രമാണ് അടിയത്തെ തോടുമായിട്ട് മുട്ടുന്നത്. ബാക്കി രണ്ട് കാല് വരുന്നിടത്തും പൊങ്ങിയിട്ടാണ്, പിന്നെ ഈ ഫ്രണ്ടത്തെ കഴുത്ത് വരുന്നിടത്തും പൊങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് ചളി വെച്ച് ഇത് ഫില്ല് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഴ നമുക്ക് പണി തന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആമേനെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് പൊത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം മാറിയിട്ട് ഒന്നും കൂടി ബാക്കി പണി തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ആമയുടെ വർക്ക് ഇത്രയും ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തോടിൻ്റെ മുകളിലൊന്നും മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ തോടിൻ്റെ മുകളിൽ ഒരു കള്ളികളാണ്. നമുക്ക് ആമേനെ നോക്കിയാൽ അറിയാലോ, പല പല കള്ളികളായിട്ടാണ് ആമയുടെ തോടിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്ത് തന്നെ ഒരു കള്ളി വരച്ചെടുക്കാം. മെയിനായിട്ട് ഈ തള്ളി നിൽക്കുന്ന ഈ മുകളിലത്തെ പാർട്ടിൽ ഇവിടുന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. ഇവിടുന്നാണ് ഫസ്റ്റ് ഒരു വലിയ ഒരു കള്ളി ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് അതിൻ്റെ കണക്കായിട്ട് ബാക്കിയെല്ലാം വരച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഇത്തരത്തിൽ കള്ളികളെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കള്ളികളിൽ നമ്മൾ ആമയുടെ തോട് നോക്കുമ്പോൾ കണ്ടത് ഓരോ കള്ളികളും ഓരോരോ മുഴ പോലെയാണ്. അപ്പോൾ ഓരോരോ കള്ളിയിൽ നമുക്ക് മണ്ണ് വെച്ചിട്ട് ഇപ്പോൾ ഇത് ലെവലായിട്ടില്ലേ, നമുക്ക് ഓരോ കള്ളി വീതം സെപ്പറേറ്റ് മുഴ പോലെ ആക്കി എടുക്കണം. within your heart. You can find what I despise within
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ മുളകളെല്ലാം സെറ്റ് ചെയ്ത് ഒന്ന് മിനുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ തോടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള തലയും അതുപോലെ 4 കാലുകളും സെറ്റ് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആമയുടെ വർക്ക് കംപ്ലീറ്റ് ആവും. ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കാല് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഫ്രണ്ടിലെ 2 കൈയും ബാക്കിലത്തെ 2 കാലും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാലും വെച്ചിട്ടുണ്ട് ചെറിയ. ഇതാണ് ഇപ്പോൾ ലുക്ക്. ഇനി നമുക്ക് മെയിനായിട്ടുള്ളതും അവസാനത്തുമായ പണി തലയാണ്. അപ്പോൾ നമുക്കതും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തലയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തലയിൽ നമ്മൾ ചെറിയ ചെറിയ മാർക്കിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ നോക്കുമ്പോൾ നമ്മൾ അതുപോലെ കണ്ടിട്ടുണ്ടായിന്. അതുപോലെ കഴുത്തിലും എല്ലാം നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ ചുളിവുകളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തലയിൽ ചെയ്ത പോലെ തന്നെ കയ്യിലും കാലിലും നമുക്ക് ഇതുപോലത്തെ ടെക്സ്ചർ കൊടുക്കാനുണ്ട്. നമുക്ക് അതും ഓരോരോ കോളം പോലെ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആമയുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ട് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ആമ എങ്ങനെ ഉണ്ടായിരുന്നില്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. പിന്നെ ഇതുപോലത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.